കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി യുവതീ-യുവാക്കൾ പരാക്രമം കാട്ടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ ഇവർ അടിച്ചു തകർത്തു. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഒരു യുവാവും യുവതിയും നാട്ടുകാരെ ആക്രമിക്കുന്നുവെന്ന പരാതി പോലീസിന് ലഭിച്ചത്. സ്ഥലത്ത് പോലീസ് എത്തിയതോടെ ആക്രമണം പോലീസിന് നേരെയായി. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരി കേസുകളടക്കം പ്രതികളാണ് ഇരുവരും. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കൊച്ചിയിലെ രാത്രി സമയങ്ങളിൽ ലഹരി സംഘങ്ങൾ നഗരപ്രദേശങ്ങളടക്കം ഇതുപോലെ അഴിഞ്ഞാടുന്നുണ്ട്, നാട്ടുകാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ, പോലീസിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥ. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? എവിടെ വെച്ചായിരുന്നു? പോലീസ് ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? കിട്ടിയില്ല അതറിയോ? പിന്നെ കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. യുവതീ-യുവാക്കൾ, ഒരു യുവതിയും യുവാവും നാട്ടുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നു, കത്തിയുമായി പരാക്രമം കാണിക്കുന്നു. പിന്നീട് പോലീസ് എത്തുമ്പോൾ പോലീസിന് നേരെയായി ആക്രമണം. ഇരുവരെയും പോലീസ് എത്തി പിന്നീട് കീഴ്പ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇരുവർക്കുമെതിരെ കഞ്ചാവ് കേസ്, ലഹരി കേസ് അടക്കം ഉള്ളവരാണ് ഈ രണ്ടു പേരും. നവമി ദിനേശിലേക്ക്. നവമി, എന്തായിരുന്നു ഈ പ്രകോപനത്തിന് കാരണം? പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ല. ഇരുവരും മദ്യലഹരിയിലും മയക്കുമരുന്നിന്റെ ലഹരിയിലുമൊക്കെയാണെന്നാണ് പോലീസ് പറയുന്നത്. ആ ലഹരിയുടെ ബോധം നഷ്ടപ്പെട്ട് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളാണ്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ രാത്രിയോ പകലോ എന്നില്ലാതെ ഇത്തരത്തിൽ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അനുസരിച്ച് യുവാക്കളാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് ഈ കൊച്ചി നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള പരാക്രമമൊക്കെ കാണിക്കുന്നത്. ഒന്നുകിൽ പോലീസിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ കണ്ടു നിൽക്കുന്നവരെ ആക്രമിക്കുക. അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഒടുവിൽ കാണുന്ന ദൃശ്യങ്ങളും. രാത്രി 12:15 കൂടിയാണ് ഇത്തരത്തിൽ ഈ റസ്ലിൻ, പ്രവീൺ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ, ഇത് പ്രവീണിന്റെ സുഹൃത്താണ് റസ്ലിൻ പെൺകുട്ടിയാണ്. ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രി 12 മണിയോടുകൂടി പാലാരിവട്ടം സംസ്കാര ജംഗ്ഷന്റെ സമീപത്ത് നിന്നും ആളുകളിലെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രവീണാണ് ഇത്തരത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പോലീസിനെ ഉടനെ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഇന്നിങ്ങനെ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെയൊക്കെ വലിയ രീതിയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പാലാരിവട്ടം പോലീസ് അവിടെ എത്തുന്നു. പോലീസിന് നേരെയും പിന്നീട് ഇവർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. വളരെ സാഹസികമായി പ്രവീണിനെ പോലീസ് പിടികൂടി ജീപ്പിന്റെ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം ഇത് കണ്ടുകൊണ്ടിരുന്ന റസ്ലിൻ വളരെ പ്രകോപനപരമായി, വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ പോലീസിനെയൊക്കെ തെറി പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിലെ കണ്ണാടി ഇടിച്ചു തകർത്തു. കൈകൊണ്ട് തന്നെ ഇടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. വളരെ അസഭ്യ വർഷമാണ് പോലീസിന് നേരെയും കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർക്ക് നേരെയും ഈ റസ്ലിൻ ചൊരിഞ്ഞത്. അതിനുശേഷം പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവർ അമിതമായി ലഹരി ഉപയോഗിച്ച് മദ്യത്തിനും ലഹരിക്കും അടിമയാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പ്രവീൺ പാലാരിവട്ടം സ്വദേശിയാണ്. ഈ ഡെലിവറി ബോയാണ്, ഈ ഫുഡ് ഡെലിവറി ബോയാണ്. ഈ പെൺകുട്ടി ഡി ജെ കൂടി ചെയ്യുന്ന പെൺകുട്ടിയാണ്, കോഴിക്കോടാണ്. കുറച്ച് നാളുകളായി കൊച്ചിയിൽ വന്ന് അതിനുശേഷമാണ് ഈ പ്രവീണുമായി സൗഹൃദത്തിലാകുന്നത്. ഇരുവരും ലഹരികൾ ഉപയോഗിക്കുകയും ലഹരികൾ കൈമാറ്റം ചെയ്യുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. പോലീസിന്റെ ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇവർക്ക് ഇതിനു മുൻപും ലഹരി കേസിലെ പ്രതികളായിട്ടുണ്ട്. പാലാരി സെൻട്രൽ സ്റ്റേഷനിലും നോർത്ത് സ്റ്റേഷനിലും ഒക്കെ ഇവർക്കെതിരെ ലഹരി കച്ചവടത്തിനും ലഹരി ഉപയോഗത്തിനും ഒക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ലഹരിക്ക് അടിമയായിട്ടുള്ള രണ്ടുപേരാണ്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ള, ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന രണ്ടുപേർ. ഇത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, വലിയ പരാക്രമം കാട്ടിയപ്പോഴാണല്ലോ പോലീസിനെ വിളിച്ചത്. ഇതിനു മുൻപും ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് സമാനമായ രീതിയിൽ നാട്ടുകാരെ അസഭ്യം പറയുന്ന, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അന്നൊക്കെ
ഇവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നോ? ഇതിനു മുമ്പ് ഇത്തരം സംഭവം ഉണ്ടായോ എന്നതിൽ പോലീസ് വ്യക്തത വരുന്നില്ല. അതെല്ലാം പരിശോധിച്ചു വരികതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ പേരിൽ ഇത്തരത്തിൽ ലഹരി കേസുകളുണ്ട്. ലഹരി കേസിലെ പ്രതികളാണ് ഇരുവരും എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവര് സുഹൃത്തുക്കളാണ്. കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കൊച്ചിയിൽ വന്ന് ഇവർ തമ്മിൽ ഒരു സൗഹൃദമാകുകയും പിന്നീട് ഇവർക്കിടയിൽ തന്നെ ലഹരി കൈമാറ്റവും അല്ലെങ്കിൽ ലഹരി ഉപയോഗവും ഒക്കെ ഉണ്ടതായി പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അത് അന്വേഷണ സംഘവുമായി അന്വേഷണത്തിന്റെ പരിധിയിലാണ്. നമുക്കതിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷെ അപ്പോഴും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇവർ ഇത് തന്നെ ആവർത്തിക്കും. കാരണം മുമ്പ് ലഹരി കേസിൽ പ്രതിയാക്കിയിട്ടുള്ളവരാണ്. ലഹരി ഉപയോഗം ഇപ്പോഴും ഉണ്ടെന്ന് ആ പെൺകുട്ടി തന്നെ പോലീസിനോട് പറയുന്ന സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തവുമാണ്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു യുവാവും ഒരു യുവതിയുമാണ് ഇത്തരത്തിൽ വളരെ ആളുകളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നടു റോഡിൽ, അതും രാത്രി കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ കാണിക്കുന്നത്. പോലീസൊക്കെ പലതരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ നിരീക്ഷണമോ അല്ലെങ്കിൽ പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കും. തീർച്ചയായും ഇത് കൊച്ചി നഗരത്തിലെ മാത്രം ഇപ്പോഴത്തെ അവസ്ഥയല്ല. കേരളത്തിലെ പലയിടങ്ങളിലും ലഹരി ഉപയോഗിച്ച് അർദ്ധരാത്രി പോലും യുവതിയുവാക്കൾ അഴിഞ്ഞാടുന്ന, നാട്ടുകാരുടെ സ്വൈരജീവിതം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പോലീസിന് പോലും നിയമം നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു ഭീകരാന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലും, കൊച്ചി പോലുള്ള നഗരങ്ങളിൽ പ്രത്യേകിച്ചും ഉള്ളത്. നവമി, കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പോയപ്പോൾ കോഴിക്കോടൊക്കെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇവിടെ ആ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനുള്ള, അതായത് ഈ രീതിയിൽ ബഹളം വെച്ചതിനപ്പുറം പോലീസിന് ആക്രമണ ശ്രമം ഉണ്ടായിരുന്നോ? ടോം, നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നേരെ ഇത്തരത്തിലൊരു ലഹരി ഉപയോഗിച്ച ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ മുഖത്തിടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. അതിന് പിന്നാലെയാണ് വീണ്ടും യുവാക്കളുടെ തന്നെ ഇത്തരത്തിലുള്ള പരാക്രമം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇവർ രാത്രി അവിടെ എത്തി, കുറച്ചധികം നേരം അവിടെ ഉണ്ടായിരുന്നു. ഇരുവരും സ്വബോധത്തിലല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അതിനുശേഷം അവിടെ കണ്ടുകൊണ്ട് നിന്ന ആളുകളുടെ നേരേക്ക് കത്തി വീശുകയായിരുന്നു. മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെയാണ് ഈ അബോധാവസ്ഥയിൽ അവർ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. ആർക്കും പരിക്കൊന്നുമില്ല. ഉടനെ തന്നെ ഇവർ പോലീസിന്റെ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി. പോലീസ് ഇവരെ ഈ പ്രവീണിനെ കസ്റ്റഡിയിലെടുത്തു. ജീപ്പിലേക്ക് കയറ്റിയപ്പോഴാണ് ഈ പെൺകുട്ടി പ്രകോപനപൂർണമായിട്ട് ഇത്തരത്തിൽ ഉള്ള പരാക്രമങ്ങളൊക്കെ അവിടെ കാണിച്ചത്. പോലീസിനെ തെറി പറയുന്നുണ്ട്. പോലീസുകാരൻ ഇരിക്കുന്ന ജീപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇടിച്ച് പൊളിച്ച ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. ആ പെൺകുട്ടിയുടെ കൈ ഉപയോഗിച്ചാണ് അതിശക്തമായി ആ ഗ്ലാസ്സിൽ ഇടിക്കുകയും ഗ്ലാസിന്റെ ചില്ല് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കൊന്നുമില്ല. അവരെയൊക്കെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിൽ പോലും അത് ചെറുത്തു നിർത്തി ഇവരെ കീഴടക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ കോടതിയിലേക്ക് ഹാജരാക്കി. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യലഹരിയിലും ഒപ്പം മറ്റ് ലഹരി ഉപയോഗം ഉള്ളവരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തില് ഇന്നലെ അർദ്ധരാത്രിയാണ്, 12 മണിക്കാണ് ഒരു യുവതിയും യുവാവും നടുറോഡിൽ അഴിഞ്ഞാടിയത്. പോലീസിന് നേരെയും നാട്ടുകാർക്ക് നേരെയും പരാക്രമം നടത്തിയത്. 2 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ലഹരി കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ യുവാവും യുവതിയുമെന്നാണ് പോലീസ് പറയുന്നത്.